വയറിൽ അസ്വസ്ഥത, ഗ്യാസ്, അസിഡിറ്റി, നോസിയ അഥവാ മനം പുരട്ടൽ തുടങ്ങിയ പല രോഗലക്ഷണങ്ങൾക്കും കാരണം ദഹനവ്യവസ്ഥയുടെ ആദ്യ ഭാഗമായ അന്നനാളം, ആമാശയം, ചെറുകുടലിന്റെ ആദ്യഭാഗം, കരൾ, പാൻക്രിയാസ് തുടങ്ങിയ ഏതെങ്കിലും ഭാഗത്തെ രോഗം ബാധിക്കുന്നതാണ്. ഗേർഡ്, അൾസർ, ഗ്യാസ്ട്രൈറ്റിസ്, കരളിനോ പാൻക്രിയാസിനോ നീർക്കെട്ട് തുടങ്ങിയ രോഗങ്ങളുടെ ലക്ഷണമാണ് മുകൾ വയറിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളുടെ പ്രധാന കാരണം. ഇത്തരം രോഗലക്ഷണങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കുമ്പോഴാണ് അൾസറിലും ക്യാൻസറിലും ഒക്കെ എത്തുന്നത്. പലപ്പോഴും ഇത്തരം ക്യാൻസറുകൾ കണ്ടെത്തുമ്പോഴേക്കും പടർന്നിട്ടുണ്ടാകും. ലേറ്റ് സ്റ്റേജിൽ എത്തിയാൽ ഓപ്പറേഷനും കീമോതെറാപ്പിയും റേഡിയേഷനും ഇമ്മ്യൂണോതെറാപ്പിയും പോലുള്ള എല്ലാ ആധുനിക ചികിത്സകളും എടുത്താലും 10% താഴെ രോഗികൾ മാത്രമേ 5 വർഷം വരെ ജീവിക്കുന്നുള്ളൂ എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇത്തരം അസ്വസ്ഥതകളുടെ കാരണം കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കാതെ രോഗലക്ഷണങ്ങൾ മാറ്റാനായി മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കുന്നവരിൽ ആമാശയത്തിലോ കരളിലോ പാൻക്രിയാസിലോ ഒക്കെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഗ്യാസും അസിഡിറ്റിയും പോലുള്ള അസ്വസ്ഥതകൾ മാറാതെ ഇത്തരം അസ്വസ്ഥതകൾക്കായി സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ടി വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഈ വയറ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളെ കുറിച്ച് നമ്മൾ പറയും. നമ്മൾ വയറ് എന്താണ്, ഈ വയറെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അതിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതിനെന്നും കൂടെ നമ്മൾ ഒരു ബേസിക് ഐഡിയ ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പം ബേസിക്കലി വായിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ചവയ്ക്കുക എന്നുള്ളതാണ് വായുടെ മെയിനായിട്ട്. ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാനുള്ള കഴിവൊക്കെ നമുക്ക് വായിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഭക്ഷണമാണെങ്കിൽ ചവച്ച് കഴിക്കുക, ഇറക്കുക, അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ വായുണ്ട്, ഫാരിങ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് ഈസോഫാഗസ് അന്നനാളമുണ്ട്, പിന്നെ സ്റ്റൊമക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സ്റ്റോറേജ് സ്പേസ് പോലെയാണ് വരുന്നത്. അതിന് തന്നെയാണെങ്കിൽ ഒരു ഫണ്ടസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, പിന്നെ ഒരു ബോഡിയുണ്ട്, പിന്നെ അതിനെയും ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനെയും കൂടെ കണക്ട് ചെയ്യുന്ന പൈലോറസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പം പിന്നെ വരുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനാണ് വരുന്നത്. അപ്പം ഇതിൽ തന്നെയാണെങ്കിലും അതിലേറ്റവും പ്രധാനം അതിൻ്റെ സ്റ്റൊമക്കിനെ സംബന്ധിച്ചിടത്തോളം വായിക്കകത്താണേലും അന്നനാളത്തിലാണേലും സ്റ്റൊമക്കിലാണേലും ഒരു മ്യൂക്കസ് മെമ്പറിലുണ്ട്. അത് ഏറ്റവും ഉള്ളിലെ ലൈനിങ്ങിന് പറയുന്നത് മ്യൂക്കസ് മെമ്പറി എന്ന് പറയും. അത് കഴിഞ്ഞ ഒരു മസ്കുലർ വോളാണ്. പ്രധാനമായിട്ട് സ്റ്റൊമക്ക് ശരിക്കും ഒരു മസിലുള്ള ഒരു ഓർഗനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസയാണ് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണവും ഇതും, അതിനകത്തൊക്കെ ആ ബാക്ടീരിയാസ് ഉണ്ടാകും. അങ്ങനെ ഇപ്പം നമ്മൾ സ്കിന്നിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മുടെ പുറമേ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമുക്ക് സ്കിന്നാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മ്യൂക്കസ് മെമ്പറൈനാണ്. ഇപ്പോൾ നമ്മൾ സ്കിന്നിനൊരു മുറിവുണ്ടായാൽ നമുക്കറിയാം ഇൻഫെക്ഷൻ വരാം. അതുപോലെ തന്നെ ഉള്ളിലൊരു മുറിവുണ്ടായാൽ നമുക്ക് അത് ബാക്ടീരിയയ്ക്ക് ഒക്കെ ഉള്ളിലേക്ക് കയറി പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് നിൽക്കുന്നത് നമ്മളുടെ ഈ മ്യൂക്കസ് മെമ്പറൈനാണ്. ഉള്ളിലെ പ്രൊട്ടക്ഷനായിട്ട്, പുറമേ സ്കിന്ന് പോലെ ഉള്ളിൽ പ്രൊട്ടക്റ്റീവായിട്ട് സ്കിന്നുണ്ട്. അതുപോലെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിലാണ്. അപ്പം ഈ അന്നനാളത്തിനാണെങ്കിൽ അത് താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ള ആ പെരിസ്റ്റാലിറ്റിക് മൂവ്മെൻറ്റ് അത് അത്ര വലിയ മസ്കുലർ അല്ല. പക്ഷേ ആമാശയം എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ഗ്രൈൻഡർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, മിക്സിക്കകത്തിട്ട് നമ്മൾ അടിച്ച് റെഡിയാക്കുമ്പോഴേക്കും സോളിഡായിട്ടുള്ളതൊക്കെ വളരെ വളരെ ഈസി ആയിട്ട് അബ്സോർബിൾ ഫോമിലേക്ക് മാറില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു മിക്സി പോലെയും കൂടെയാണ് നമ്മളുടെ ഒരു സ്റ്റോറേജ് സ്പേസാണ്, ഒരു ഗ്രൈൻഡിങ് അല്ലെങ്കിൽ ഒരു മിക്സർ ഗ്രൈൻഡർ പോലെയാണ് ഈ സ്റ്റൊമക്ക് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ സ്റ്റൊമക്കിനകത്തൊരു ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയും. ഈ ആസിഡ് നമ്മളുടെ എന്തെങ്കിലും ബാക്ടീരിയസും ഒക്കെ നമ്മൾ കഴിക്കുന്നതിനകത്തുള്ളതിനെയെല്ലാം ഡൈജസ്റ്റ് ചെയ്ത് അതിനെ നിർവീര്യമാക്കി കളയാനായിട്ട് ആസിഡ് ഉണ്ട്. ഈ ആസിഡ് ഈ ബാക്ടീരിയയൊക്കെ നശിപ്പിക്കുക എന്നുള്ളതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പ്രോട്ടീനൊക്കെ അബ്സോർബ് ചെയ്യണമെങ്കിൽ അതിന് ഡൈജഷന് ഈ ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പോൾ അത് നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് അതിൽ ഈ ഇതും കൂടെ വന്നാൽ പിന്നെ ഡൈജസ്റ്റീവ് എൻസൈംസിന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പം നമ്മളുടെ സ്റ്റൊമക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡ്രൈ ആയിട്ടോ ഹാർഡായിട്ടോ ഒക്കെ ഉള്ള സാധനം കഴിച്ചു കഴിഞ്ഞാലും അതിനെ ഇപ്പം നമ്മൾ മിക്സിക്കകത്തിട്ട് നമുക്ക് എന്ത് സാധനം ചെയ്യണമെന്നുണ്ടെങ്കിലും അരച്ചെടുക്കണമെങ്കിൽ വെള്ളവും കൂടെ ചേർക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്നതിനകത്ത് ഗ്യാസ്ട്രിക് നമുക്കറിയാം, വായിൽ തന്നെ ഉമിനീരും ഉണ്ട്, അത് നമ്മളെ ചവയ്ക്കാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഗ്യാസ്ട്രിക് ജ്യൂസ് വരും, അതിനകത്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അസിഡിക്കാണ് ആ മീഡിയം. അതിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പി എച്ച് എന്ന് പറഞ്ഞാൽ അസിഡിക്കോ അല്ല ആൽക്കലൈനോ അല്ലെങ്കിൽ അത് 7 എന്നാണ് എന്നെ എടുക്കുന്നത്, അല്ലെങ്കിൽ അസിഡിക് ആണെങ്കിൽ 7 താഴേക്ക്. അപ്പം നല്ല നന്നായിട്ട് അസിഡിക്കാണ്. 1 to 3 ആണ് നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ അസിഡിറ്റി. അതുപോലെ ആൽക്കലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ശരിക്കും അവിടെ ഒരു ആൽക്കലൈൻ മീഡിയ. അപ്പോൾ അത് നമ്മളുടെ ഈ ലിവറിൽ നിന്നൊക്കെയുള്ള പിത്തരസം വെച്ചിട്ട് കുറേശ്ശെയായിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ആൽക്കലൈൻ മീഡിയത്തിലേക്ക് ആക്കി വെച്ചിട്ടാണ് അത് കുടലിനകത്തേക്ക് പോകുന്നത്. കാരണം ഈ അസിഡിറ്റി താങ്ങാനായിട്ട് നമ്മളുടെ ചെറുകുടലിന് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസംസും ഉണ്ട്. അപ്പോൾ ആമാശയത്തിലെ ഡൈജസ്റ്റിനൊക്കെ ആസിഡിക് മീഡിയ ആയിരിക്കണം. അതേസമയത്ത് ചെറുകുടലിലേക്ക് വരുമ്പോഴേക്കും അത് ഒരു ആൽക്കലൈൻ മീഡിയത്തിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കാനായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു പ്രോട്ടോൺ പമ്പ് എന്നൊക്കെ പറഞ്ഞ്, പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ. അപ്പം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പ്രോട്ടോൺ ആണത്. അപ്പം പ്രോട്ടോൺ പമ്പുണ്ട്. അപ്പം അങ്ങനത്തെ പ്രോട്ടോൺ പമ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സെല്ലുലാർ ലെവലിലാണ്, വലിയ പമ്പല്ല, അതിനൊരു സെല്ലുലാർ ലെവലിലുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ തന്നെ, അതായത് നമ്മുടെ ആമാശയം ഉണ്ടാക്കുന്ന ഒരു അമിനോ ആസിഡ്, ഒരു എൻസൈമാണ് പെപ്സിനോജൻ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ച് അതിൽ ഈ പ്രോട്ടീനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെപ്സിൻ ആക്ട് ചെയ്യണമെങ്കിൽ, പെപ്സിനാണ് നമ്മൾ ഡൈജഷനെ സഹായിക്കുന്ന പ്രോട്ടീൻ. പ്രത്യേകിച്ച് ഈ ഫിഷ്, മീറ്റ്, പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ, മാംസ്യാഹാരം കൂടുതലുള്ളതിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനും ഈ കാര്യങ്ങൾ തന്നെ വേണം. പിന്നെ നമ്മുടെ ആമാശയത്തിൽ നിന്ന് അത് കുറച്ച് ഒന്നിച്ചിപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ എല്ലാം കൂടെ അവിടെ പോയി ഒരു സ്റ്റോർ പോലെ കിടക്കും. എന്നിട്ട് അതിനെ എല്ലാം അരച്ച് റെഡിയാക്കി ഈ പെപ്സിനും ഹൈഡ്രോക്ലോറിക് ആസിഡും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഒരു റെഡിയാക്കി വെച്ചിട്ടാണ് അതിന് ഡിയോഡിനത്തിലേക്ക് പോകുന്നത്. ഈ ഡിയോഡിനം എന്ന് പറഞ്ഞാൽ ആദ്യ ഭാഗം, ഈ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം, അവിടെ വെച്ചിട്ട് ആ ആദ്യത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പാൻക്രിയാസിൽ നിന്നും ലിവറിൽ നിന്നും വരുന്ന പിത്തരസമുണ്ട്. പിത്തരസം നമ്മൾ ഗോൾ ബ്ലാഡർ നമുക്കറിയാം. ഇതിനകത്ത് ലിവറിൽ നിന്നുള്ള ജ്യൂസിനെ ഈ ഗോൾ ബ്ലാഡറിനകത്ത് സൂക്ഷിച്ചു വയ്ക്കും. അതും പാൻക്രിയാസിൽ നിന്നുള്ളതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഡിയോഡിനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചായിരിക്കും ഇത് ആവശ്യത്തിന് അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അതിനെ ഈ അസിഡിക് മീഡിയത്തിൽ നിന്ന് ആൽക്കലൈൻ ആക്കി വെച്ചിട്ട് വേണം വിടാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഈ കൺട്രോൾ, നമ്മൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസിനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ പ്രത്യേക കൺട്രോൾ മെക്കാനിസംസ് ഉണ്ട്. അത് തന്നെ നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള കൺട്രോൾ ഉണ്ട്. ബ്രെയിനിൽ നിന്നുള്ള ഒരു ക്രേനിയൽ നെർവ് എന്ന് പറയും, ക്രേനിയൽ നെർവ് 10, വാഗസ് നെർവ് എന്ന് പറയും. അത് നമ്മളുടെ സ്റ്റൊമക്കിലേക്ക് വരുന്നുണ്ട്. പിന്നെ വാഗസ് നെർവ് കൂടാതെ ഇൻറ്റസ്റ്റൈന് തന്നെ ഒരു ENS, ഒരു എൻറ്ററിക് നെർവ് സിസ്റ്റം എന്നും പറഞ്ഞുണ്ട്, അതുണ്ട്. അതും ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്താണ്. പിന്നെ ഹോർമോണൽ മെക്കാനിസംസ് പലതും ഉണ്ട്. പലതരം ഹോർമോൺസ് നമ്മുടെ ഭക്ഷണം ചെല്ലുന്നതനുസരിച്ച് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ വെച്ച് ഒരു കൺട്രോൾ മെക്കാനിസംസ് ഉണ്ട്. അതിലെ ഒരു ഗ്യാസ്ട്രിക് മെക്കാനിസംസ് തന്നെ, അതായത് വയറ്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയറ് വീർത്ത് വരുമല്ലോ, അത് ആണ് ഏകദേശം ഒരു 60%. ഒരു 30% നെർവസ് മെക്കാനിസമാണ്, 60% വയറിൽ തന്നെയുള്ള മെക്കാനിസമാണ്. പിന്നെ ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള മെക്കാനിസവും ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള ചില ഹോർമോൺസും ഒക്കെ വരും. അതിനൊരു 10% റോളാണ് ഈ ആസിഡ് ഉണ്ടാക്കാൻ. നമ്മളെപ്പോഴും അസിഡിറ്റി എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ആസിഡിന് അത്രയും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസും ഉണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഈ വയറിന് അസ്വസ്ഥതകൾ വരുമ്പോൾ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും പ്രധാനം നമുക്ക് ഗ്യാസ് കിട്ടുന്നു, ഗ്യാസ് മുകളിലേക്ക് വരുന്നു, താഴേക്ക് പോകുന്നു, അങ്ങനത്തെ ഒരു അസ്വസ്ഥതകൾ വരാം. ആമാശയമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എപ്പോഴും ഗ്യാസ് പുറത്തേക്ക് വരുന്ന പോലെ അല്ലെങ്കിൽ വയറ് വീർത്തിരിക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. പിന്നെ വരുന്ന അസിഡിറ്റിയാണ്, ഒരു നെഞ്ചിരിച്ചിൽ പോലെ ഉള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. അല്ല വയറിനാകെ, പിന്നെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ, വോമിറ്റിങ്, ഛർദ്ദിക്കാൻ വരുന്ന പോലെ, മനംപുരട്ടൽ തോന്നും. ഇതൊക്കെയാണ് നമ്മളുടെ വയറിൻ്റെ ആമാശയം സംബന്ധിച്ച് വരുന്ന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്.
ഈ രോഗങ്ങൾ എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ട് ഒന്ന് ഈസോഫാഗസിനെ, അതായത് അന്നനാളത്തിനെയും സ്റ്റൊമക്കിനെയും കൂടെ ബാധിക്കുന്നത്. അന്നനാളത്തിൻ്റെ താഴത്തെ ഭാഗത്തെയും സ്റ്റൊമക്കിനും കൂടെ വരുന്നതാണ് ഗേർഡ് എന്ന് പറയുന്നത്. ഗേർഡ് എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്. അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഒത്തിരി പേർക്ക് നമുക്ക് കാണാവുന്നൊരു ഇതാണ്. അപ്പോൾ അതിലെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആമാശയത്തിലുള്ള അസിഡിക് മീഡിയം ആണല്ലോ. ശരിക്കും ആമാശയത്തിനെയും അന്നനാളത്തിനെയും തമ്മിൽ ഒരു ഡോറുണ്ട് ഇടയ്ക്ക്. അതിനൊരു സ്പിങ്ചർ, നമ്മുടെ ഡോറുകൾക്കൊക്കെ സാധാരണ വീടിൻ്റെ ഡോറ് പോലെയല്ല, അതിന് സ്പിങ്ചേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്ത് അത് താഴേക്ക് മാത്രമേ തുറക്കുള്ളൂ, മുകളിലേക്ക് തുറക്കാൻ പാടില്ല. നമ്മൾ ഭക്ഷണം അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അത് തുറന്ന് അത് കഴിയുമ്പോൾ അത് അടയണം. പക്ഷെ അതിനൊരു ലീക്ക് വരുന്നത് പോലെ വരുന്നതാണ്. അപ്പോൾ മുകളിലേക്ക് ഈ ആസിഡ്, സ്റ്റൊമക്കിനകത്ത് നല്ല ആസിഡ് മീഡിയമാണ്. ഈ ആസിഡ് എല്ലാം കൂടെ മുകളിലേക്ക് അന്നനാളത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അന്നനാളത്തിൻ്റെ മ്യൂക്കോസയ്ക്ക് അതിനൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. അപ്പോൾ വരുന്ന അസുഖത്തിനാണ് ഗേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആണ് നെഞ്ചരിച്ചിൽ, അത് മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സ്വനപേടകത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രോബ്ലംസ് വന്ന് അതിൽ നമുക്ക് ഹോസിനസ്, സൗണ്ടിന് വ്യത്യാസങ്ങൾ വരാം. പിന്നെ അത് ചിലർക്ക് ഇങ്ങനെ റിഗർജിറ്റേറ്റ് ചെയ്ത് പൊളിച്ച് തെവിറ്റ് വരിക എന്ന് പറയുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വായിൽ നിന്ന് കഴിഞ്ഞ് ഈവൻ പല്ലിന് പോലും കേടുവരാം. കാരണം ആസിഡിക് മീഡിയം പല്ലിനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ആസിഡിന് നമ്മളുടെ വയറിനകത്ത് താങ്ങാൻ പറ്റുന്നത് നമുക്ക് സ്റ്റൊമക്കിനുള്ളിൽ മാത്രമേ ഉള്ളൂ. അത് മുകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അതാണ് ശരിക്കും പറഞ്ഞ് ഈ ഗേർഡ് എന്നുള്ള ഗ്യാസ്ട്രോ ഈസോഫാഗൽ, ഗ്യാസ്ട്രോ സ്റ്റൊമക്ക്, ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ അന്നനാളം, റിഫ്ലക്സ് തിരിച്ചു കയറി വരുന്നത്, ആ ഡിസീസിനാണ് ഗേർഡ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് ആണ്. അതായത് വയറിന് വരുന്ന ഏറ്റവും പ്രധാന ഇൻഫെക്ഷൻ, ആമാശയത്തിന് വരുന്ന പ്രധാന ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അതിന് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയും. അപ്പോൾ അത് ആണ്. പിന്നെ നമുക്ക് പലപ്പോഴും നമുക്ക് ഇപ്പോൾ ഈ എൻഡോസ്കോപ്പിയൊക്കെ വന്നതിന് ശേഷമാണ്, പണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒന്നും അത്രയ്ക്ക് അറിയത്തില്ലായിരുന്നു. എൻഡോസ്കോപ്പിയൊക്കെ വന്നതിന് ശേഷം ആ ഗ്യാസ്ട്രിക് ജ്യൂസോ അല്ലെ ബയോപ്സി എടുത്തിട്ട് അതൊക്കെ ടെസ്റ്റിന് വിടും. ഇപ്പോൾ ഈവൻ നമുക്ക് ടെസ്റ്റുകളുണ്ട്, സ്മെല്ല് വായിൽ നിന്നുള്ള ആ ഒരു നമ്മൾ എന്താ ആൽക്കഹോളൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നത് പോലെ ചില അതിനകത്തുണ്ടാകുന്ന കെമിക്കൽസിനെ ടെസ്റ്റ് ചെയ്ത് ഹെലിക്കോബാക്ടർ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നറിയാവുന്ന ബ്രത്ത് ടെസ്റ്റുകൾ തന്നെയുണ്ട്. പിന്നെ നെക്സ്റ്റ് വേറൊരു മെയിനായിട്ടുള്ള ആമാശയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ആമാശയത്തിൻ്റെ നമ്മുടെ നെർവ്സിന് വരുന്ന ഡാമേജ് കൊണ്ട് വരുന്നത് ഗ്യാസ്ട്രോഫെറസിസ് എന്ന് പറയും. അതായത് ആമാശയത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് മെയിൻലി മസ്കുലർ വാളാണല്ലോ. അതൊരു ഗ്രൈൻഡർ പോലെ വർക്ക് ചെയ്യുകയാണല്ലോ. ഹാർട്ട് പമ്പ് ചെയ്യുന്നത് പോലെ ഇതൊരു ഗ്രൈൻഡിങ് വർക്കുകൾ ചെയ്യുന്ന എല്ലാം മസിലാണ്. അപ്പം അതിന് മസിലിന് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിന് നെർവ് വേണം. നെർവ്സിന് ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മസിലിനും ഡാമേജ് വരും, നെർവിനും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്യാതെ അതിവിടെ കെട്ടിക്കിടക്കുന്ന പോലെ വരും. അപ്പം അത് ഈ വയറിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ അതരച്ച് റെഡിയാക്കി കുറേശ്ശെ ഇൻഡസ്ട്രിയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സ് നടക്കാതെ വരുമ്പം ഇത് വയറിനകത്ത് കെട്ടിക്കിടക്കും. അപ്പോൾ നമുക്ക് ഈ ഛർദ്ദിക്കാൻ വരുന്ന പോലെ വരും, ഛർദ്ദിക്കാം, അല്ലെ കെട്ടിക്കിടക്കുന്നത് പോലെ വരും, അസ്വസ്ഥതകൾ വരും. അപ്പം അതാണ് വേറൊരു ഇത് വരുന്നത്. പിന്നെ ഉള്ളത് ആമാശയത്തിന് വരാവുന്ന ക്യാൻസറാണ്. വയറിന് അസ്വസ്ഥതയും ക്യാൻസർ, ആമാശയ ക്യാൻസർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അസ്വസ്ഥതകൾ വരാം. നെക്സ്റ്റ് നമുക്ക് ഈ വയറ് സംബന്ധമായിട്ട് അസ്വസ്ഥത വരുന്ന ലിവറിൻ്റെ ഡിസീസ്, ലിവർ സംബന്ധമായോ അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ സംബന്ധമായോ. ലിവറിനുണ്ടാക്കുന്ന ജ്യൂസ് സംഭരിച്ചു വയ്ക്കുന്ന സ്ഥലമാണ് ഗോൾ ബ്ലാഡർ. ഈ ലിവറിനും ഗോൾ ബ്ലാഡറിനും അസുഖം വന്നു കഴിഞ്ഞാൽ ലിവറിന് ഫാറ്റി ലിവറോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള ലിവർ സംബന്ധമായിട്ട് ക്രോണിക് ലിവർ ഡിസീസിൽ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും വയറിന് അസ്വസ്ഥത വരാം. ഗോൾ ബ്ലാഡറിന് സാധാരണ വരുന്നത് നമ്മൾ ഗോൾ ബ്ലാഡർ സ്റ്റോൺ. അപ്പം ലിവറിന് അസുഖം വന്നാലേ ഗോൾ ബ്ലാഡറിന് യൂഷ്വലി അസുഖം വരുള്ളൂ. ലിവറിലെ ഈ ജ്യൂസിനൊക്കെ വരുന്ന കൺസിസ്റ്റൻസിയിലൊക്കെ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടാകുക, അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ പോളിപ്പ് ഉണ്ടാകുക, ഗോൾ ബ്ലാഡർ ക്യാൻസറിലേക്കും പോകാവുന്നത് അതുകൊണ്ടാണ്. ഇതിന് ലിവറിന് എന്ത് അസുഖം വന്നാലും ഗോൾ ബ്ലാഡറിന് എന്ത് അസുഖം വന്നാലും നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് മുകളിലത്തെ വയറിനുള്ള അസ്വസ്ഥതകളായിട്ടായിരിക്കും. പിന്നെ പാൻക്രിയാസിൻ്റെ അസുഖങ്ങളും നമുക്ക് അസ്വസ്ഥതകളായിട്ട് വരും. പാൻക്രിയാസിൻ്റെ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നറിയാം, നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് മൾട്ടിപ്പിൾ രീതിയിൽ പല രീതിയിലുള്ള വയറസ്വസ്ഥതകൾ വരാം. അതുകൂടാതെ ഈ പാൻക്രിയാസിന് അസ്വസ്ഥത മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസിനും അല്ലാത്തവർക്കും, ചിലപ്പം പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവർക്ക് പാൻക്രിയാറ്റൈറ്റിസ് വരാം. അത് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയും. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് വന്നിട്ടാണ് പലപ്പോഴും പാൻക്രിയാസ് ക്യാൻസറിലേക്ക് പോകുന്നത്.
ഡയബറ്റീസിലേക്കും ഒക്കെ വരുന്നവർക്ക് ഡയബറ്റീസ് ഉള്ളതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് പാൻക്രിയാറ്റൈറ്റിസ് വരുന്നത്. അത് നമുക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റും. പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടോയെന്ന് പറയുന്നത് അമൈലേസ് ലൈപ്പേസ് എന്ന് പറഞ്ഞ് പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ചില എൻസൈംസ് ഉണ്ട്. അതായത് ഡൈജസ്റ്റീവ് എൻസൈം, നമ്മളുടെ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി പാൻക്രിയാസ് ഉണ്ടാക്കുന്ന, പാൻക്രിയാസിൻ്റെ കോൺട്രിബ്യൂഷനാണ്, പാൻക്രിയാസ് ഉണ്ടാകുന്ന എൻസൈംസ് ഉണ്ട്. ഇതിൻ്റെ ബ്ലഡിലെ അളവ് കൂടും. അത് നമ്മളുടെ ബ്ലഡിൽ അതിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ ഇൻഡസ്ട്രൈനിലേക്കാണ് അത് വിടേണ്ടത്. പക്ഷെ നീർക്കെട്ട് വന്നു അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ബ്ലഡിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ അത് നമുക്ക് വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ പാൻക്രിയാസ് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അത് നോക്കിയാൽ നമുക്ക് ശരിക്കും പാൻക്രിയാസിൻ്റെ ക്യാൻസർ നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്യാം. പാൻക്രിയാസിൻ്റെ ക്യാൻസറിൻ്റെ ട്യൂമർ മാർക്കേഴ്സൊക്കെ ഉണ്ട്. അത് വരെ പോലും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സും ജനറൽ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സും അമൈലേസും ലൈപ്പേസും ഒക്കെ കൂടാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അത് നോക്കി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ക്രോണിക് പാൻക്രിയാറ്റിക് ക്യാൻസർ പോലും തടയാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നത് പാൻക്രിയാസിൻ്റെ സ്കാനൊക്കെ നോക്കി ഏർലി കണ്ടുപിടിക്കാനാണ്. പക്ഷെ അത് അത്ര എളുപ്പമല്ല. അതൊക്കെ ഒത്തിരി സ്റ്റേജ് കഴിഞ്ഞ് ലേറ്റ് സ്റ്റേജ് ആകുമ്പോൾ ക്യാൻസറൊക്കെ കണ്ട് ഒരു സിംറ്റമാറ്റിക് ആയിട്ട് വന്ന് കണ്ടുപിടിക്കുമ്പോഴേക്കും പലപ്പോഴും ലേറ്റ് സ്റ്റേജ്, 4th സ്റ്റേജ്, 3rd സ്റ്റേജ് ഒക്കെ എത്തിയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെയൊക്കെ സർജറിയും വളരെ ഡിഫിക്കൽട്ടാണ്. പാൻക്രിയാസ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡയബറ്റിക് ആകും. അങ്ങനെ പല കോംപ്ലിക്കേഷൻസാണ്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഓരോരോ അസുഖങ്ങൾ, അതായത് ആമാശയത്തെ സംബന്ധിക്കുന്ന ഓരോരോ അസുഖങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥത ഉണ്ടാകുന്ന അസുഖങ്ങളെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഗേർഡ് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഈ ഡയഗ്നോസിസുമായിട്ട് വരുന്ന പേഷ്യൻസിനെ കാണും. അതിലൊരു ജനറലി കാണുമ്പോൾ ഒരു 20% ഓഫ് ദി ജനറൽ പോപ്പുലേഷൻ അഫക്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് പല രീതിയിൽ വരാം. ചിലർക്ക് പലപ്പോഴും ഇതിനൊക്കെ വേണ്ടി ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് ചെയ്യുന്നത് അൾട്രാസൗണ്ട് സ്കാനാണ്. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ വയറിന് വരുമ്പോൾ വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ അതിനകത്ത് ഹയറ്റസ് ഹെർണിയയും കൂടെ ഉള്ളതായിട്ട് കാണാം. ഹയറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഈ ചെസ്റ്റ് ക്യാവിറ്റി, അതായത് ഹാർട്ടും ലങ്സും ഇരിക്കുന്നതോടും ചെസ്റ്റ് ക്യാവിറ്റി എന്ന് പറയും. താഴെ ലിവറും കുടലും ആമാശയമൊക്കെ ഇരിക്കുന്നതോടെ അബ്ഡോമൻ എന്ന് പറയും. ഇതിൻ്റെ ഇടയിലുള്ള ഒരു മസ്കുലർ വോളാണ് ആയിട്ടാണ് ഡയഫ്രം. അതാണ് നമ്മളുടെ ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്യാനും ബ്രീത്തിങ്ങിൻ്റെ എല്ലാം ഏറ്റവും മേജർ. മറ്റ് മസിൽസ് ഉണ്ട്, നമ്മുടെ റിബിൻ്റെ ഇടയിലുള്ള ഇൻ്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്. കൂടാതെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു റെസ്പിറേറ്ററി മസിലാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അതൊരു മസിൽ വോളാണ്. അപ്പോൾ ആ മസിൽ വോളിൽ ഒരു വീക്ക്നെസ്, എന്തായാലും മസിൽ വോൾ വീക്ക്നെസ് വരുന്നതിനാണല്ലോ നമ്മൾ പറയുന്നത് ഈ ഹെർണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയഫ്രത്തിൽ ഒരു വീക്ക്നെസ് വന്നിട്ട് നമ്മളുടെ ഈ ആമാശയത്തിൻ്റെ ഒരു ഭാഗം മുകളിലേക്ക് കയറിപ്പോകുന്നതിനാണ് നമ്മൾ ഹയറ്റസ് ഹെർണിയ എന്ന് പറയുന്നത്. ഈ ഹയറ്റസ് ഹെർണിയയും ഉള്ള ഈ ഗേർഡ് ഡിസീസ് ഉള്ളൊരു ഹയറ്റസ് ഹെർണിയ വളരെ കോമൺ ആണെന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഈ ഡയഫ്രത്തിനുള്ള ഒരു വീക്ക്നെസ്, ഡയഫ്രത്തിലെ മസിൽസ് വീക്കാകുമ്പം ഈ ആമാശയത്തിൻ്റെ തന്നെ ഒരു ഭാഗം മുകളിലേക്ക് കയറിപ്പോകും. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഈ സ്പിഞ്ചർ ഉണ്ടല്ലോ, ഈ ഡോറുണ്ടല്ലോ, ഡോറ് മുകളിലോട്ട് കയറിപ്പോകും. അപ്പം ഈ ഡോറ് ശരിക്കും താഴെ നിൽക്കേണ്ടതാണ്. അപ്പോൾ അത് മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ലീക്ക് വരും. അതാണ് ഈ ഗേർഡ് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് വരാനുള്ള ഒരു മെയിൻ കാരണം. പിന്നെ നമുക്ക് വരുന്ന ഈ എക്സ്ട്രാ ഈ ഇത് വയറിന് ഇതല്ലാത്ത മറ്റ് ഈ ഗേർഡിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് ക്രോണിക് ചുമ വരാം, അതുപോലെ സൗണ്ടിന് വ്യത്യാസം വരാം, അതുപോലെ ലാരിഞ്ചൈറ്റിസ്. അതാണ് പലപ്പോഴും ഈ ലാരിഞ്ചൈറ്റിസ് വന്നിട്ടാണ് സൗണ്ടിന് വ്യത്യാസം വരുന്നത്. ഈവൻ നമുക്ക് ആസ്മ വരാം. ഇടയ്ക്കിടയ്ക്ക് ചുമ വന്നുകൊണ്ടിരിക്കുക, നമ്മൾ ആസ്മയാണെന്ന് ഓർക്കും. ശരിക്കും ആസ്മയല്ല, ശരിക്കും ഈ ഗേർഡിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് രാത്രി കിടക്കുമ്പോൾ ചുമ വരുന്നു. അപ്പം പലപ്പോഴും അത് ഹാർട്ട് ഡിസീസിൻ്റെ ഭാഗമാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോകും. ആസ്മയാണോ, ഹാർട്ടിൻ്റെ പ്രോബ്ലം ആണോ, എന്താണെന്ന് തന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ചിലപ്പോൾ ഇത് ഈ ഗേർഡായിരിക്കും. അവർ ഹയറ്റസ് ഹെർണിയയുടെ ഭാഗമായിട്ടുള്ള ഗേർഡ് അല്ല ഈ ഗ്യാസ്ട്രോഇസോഫാഗൽ, ഈ ആമാശയത്തിൽ നിന്നുള്ള അസിഡിക് ആയിട്ടുള്ള നമ്മളുടെ ഭക്ഷണത്തിൻ്റെ ഇത് ലീക്ക് ചെയ്ത് മുകളിലേക്ക് വരുന്നതായിരിക്കും ഇതിന് കാരണം. അപ്പോൾ ഇതിൻ്റെ ലോങ് ടൈം ആയിട്ട് വരുമ്പം അത് ഈസോഫാജൈറ്റിസ് വരും. അവിടെ ഈസോഫാജൈറ്റിസ് എന്ന് പറഞ്ഞാൽ അന്നനാളത്തിൽ ഇൻഫ്ലമേഷൻ വന്നിട്ട് അവിടെ ചുരുങ്ങി പോകുന്ന പോലെ വരും, അവിടെ ഒരു സ്കാറിങ് പോലെ വരും. പിന്നെ വരാവുന്ന ബെററ്റ് ഈസോഫാക്സിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അത് ഇങ്ങനെ അസുഖമുള്ളവർക്ക് ഒരു 5% ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബെററ്റ് ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ അതിനൊരു നമ്മൾ ഈ ബെററ്റ് ഈസോഫാഗസ് ഒക്കെ നമ്മളൊരു
ഹിസ്റ്റോപതോളജി ഡയഗ്നോസിസാണ്. നമ്മളുടെ മൈക്രോസ്കോപ്പിനിടയിൽ നോക്കി വെച്ചിട്ട് കാണിക്കുന്ന ഒരു ഡയഗ്നോസിസാണ്. അപ്പോൾ അതിനൊരു തരം പ്രത്യേക സെൽസ് വരുന്നുണ്ട്. അപ്പോൾ അത് വരുന്നവരിൽ ഒരു നല്ല ഒരു പെർസെൻറ്റേജിന് അതിനൊരു ഈ ക്യാൻസറിലേക്ക് വരാൻ പറ്റും സാധ്യതയുണ്ടെന്നുള്ളത്. അതായത് ഈ സ്റ്റൊമക്കിൻ്റെയും ഈ അന്നനാളത്തിൻ്റെയും ആ ഭാഗത്ത് വെച്ച് അഡനോകാർസിനോമ വരാം. അത് ആ ക്യാൻസർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർട്ടാലിറ്റി റേറ്റ് ഓൾമോസ്റ്റ് 85% മോർട്ടാലിറ്റി, മരണം വരെ സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനാണ് ഈ ഇങ്ങനെ ഈ ബെററ്റിഫ്സോഫാഗസ്. അതായത് നമ്മുടെ ഗേർഡ് വന്നു ബെററ്റിഫ്സോഫാഗസിലേക്ക് പോയി, അതിങ്ങനെ ലോങ് ടേം നമ്മളത് ഇങ്ങനെ പോയി വന്നു കഴിയുമ്പോഴേക്ക് ക്യാൻസറിൽ അതിലെ ആമാശയ ക്യാൻസറിന് വളരെ സർവൈവൽ ചാൻസ് വളരെ കുറവാണ്. അതാണ് അതിൻ്റെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഗേർഡിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഒബേസിറ്റിയാണ്. ഒബേസിറ്റി വരുമ്പോൾ എന്താ, നമുക്ക് ഏത് ഹെർണിയൊക്കെയാണ് വയറുമായിട്ട് റിലേറ്റഡ് ആണ് മിക്കവാറും ഉള്ള ഹെർണികളെല്ലാം വരുന്നത്. അപ്പം മുകളിലേക്കുള്ളതാണ്, അല്ലെങ്കിൽ അമ്പലിക്കൽ ഹെർണിയ, അല്ലെങ്കിൽ ഇൻസിഷണൽ ഹെർണിയ, ഇതിൻ്റെ എല്ലാം ഒരു മേജർ കാരണം ഒബേസിറ്റിയാണ്. അമിതവണ്ണം വന്ന് കുടവയറ് വരുമ്പോഴാണ് ഇതൊക്കെ വരാൻ. കാരണം വയറിനകത്ത് സ്ഥലമില്ല, അപ്പം വയറിനകത്ത് പ്രഷർ കൂടുമ്പം അവിടെ ഉള്ളവർ എങ്ങോട്ടാണ് പോയി രക്ഷപ്പെടാമെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മുകളിലേക്ക് കയറി പോവുകയോ പുറത്തേക്ക് തള്ളി വരുമോ ഒക്കെ ചെയ്യാം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹൈറ്റസ് ഹെർണിയ വരുന്നത്. പിന്നെ വേറൊരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി. നമുക്ക് പ്രഗ്നൻറ്റ് ലേഡീസിന് നമുക്ക് എപ്പോഴും കാണാം ഇങ്ങനത്തെ നെഞ്ചിരിച്ചിൽ, ഗ്യാസ്, അസിഡിറ്റി, ഇതെല്ലാം കൂടുതലായിരിക്കും. കാരണം എന്താ, നമ്മുടെ വയറിൽ കുഞ്ഞു വളരുകയാണ്, അപ്പം വയറിനകത്ത് പ്രഷർ കൂടുകയാണ്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ വയറ് നാച്ചുറൽ ഒരു ഫിസിയോളജിക്കലി നമ്മൾ പ്രഗ്നൻസി വരുന്നു, വയറ് വീർത്ത് വരികയാണല്ലോ ചെയ്യുന്നത്. അപ്പം അത് തന്നെ ഓവർ വെയിറ്റ് ഗെയിൻ വരുന്ന ലേഡീസിന് ഇത് ഒത്തിരി കൂടുതലായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ നമ്മളൊരു നോർമൽ വെയിറ്റ് ഉള്ള ഒരു 160 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലേഡിയാണെങ്കിൽ അവർക്ക് നോർമലി പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് അവർക്കൊരു 50 കിലോയെ വരാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു മാക്സിമം ഒരു 57 കിലോ അല്ലെങ്കിൽ ഒരു 60 കിലോ വരെ വരാം. പക്ഷെ ഇപ്പം നമ്മളുടെ ഇടയിൽ അങ്ങനെയല്ല, പലരും ഒത്തിരി ഓവർ വെയിറ്റ് ആയിട്ടായിരിക്കുമ്പോഴായിരിക്കും പ്രഗ്നൻ്റ് ആകുന്നത്. അതിൻ്റെ കൂടെ ഈ കുഞ്ഞിനും കൂടെ കിടക്കാനുള്ള സ്ഥലം കൂടെ അവിടെ കിട്ടാതെ വരുന്നു. അപ്പോഴേക്കും നമ്മളുടെ അവിടെ സ്ഥലമില്ലാതെ വന്ന് വയറിനകത്തെ പ്രഷർ കൂടി ഹൈറ്റസ് ഹെർണിയ വരും. അങ്ങനെ ഉള്ള ഇതുകൊണ്ട് വരും. അങ്ങനെയാണ് ശരിക്കും പ്രഗ്നൻറ്റ് ലേഡീസിൽ ഇത് വരാനുള്ള കാരണം. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നോക്കുവാണ്. അതായത് പരിശോധന നടത്തി ഇത് ഗേർഡ് തന്നെയാണോ എന്നും കൂടെ അറിയണമല്ലോ. എന്താണ് വയറിന് ഈ അസ്വസ്ഥത ഉണ്ട് എന്താണെന്ന് അറിയാനായിട്ട് ജനറലി നമ്മൾ മോഡേൺ മെഡിസിൻ ആകുമ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കും, ഒരു സ്കോപ്പ് ഇട്ട് നമ്മൾ നോക്കും. അപ്പോൾ മിക്കവാറും ഗ്യാസ്ട്രൈറ്റിസ്, ഈസോഫാഗൈറ്റിസ് ഇതൊക്കെ ആയിരിക്കും ഡയഗ്നോസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു നല്ല കളർഫുള്ളായിട്ട് പടമൊക്കെ കിട്ടും, കാണിക്കുക. അതിനകത്ത് നല്ല ചുമന്നൊക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെയൊക്കെ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹൈറ്റസ് ഹെർണിയ പോലെയുള്ളത് കാണും. അതിൻ്റെ കൂടെ പലർക്കും ഇത്തരം അസുഖമുള്ളവർക്ക് മിക്കവാറും ഫാറ്റി ലിവർ ഉണ്ടാകും. കാരണം വയറ് കൂടുതലുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് നാച്ചുറലി ഫാറ്റി ലിവറോ ഗോൾ ബ്ലാഡർ പ്രശ്നങ്ങളോ സ്റ്റോണോ പോളിപ്പോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു ടെസ്റ്റ് നമ്മൾ നോക്കാറുള്ള ബേരിയം മീൽ ഫോളോ ത്രൂ എന്നൊക്കെ പറഞ്ഞുള്ള ടെസ്റ്റുകൾ. അപ്പം അത് ലേറ്റ് സ്റ്റേജിൽ നമ്മൾ ഈ ഈസോഫാഗൽ സ്ട്രിക്ചറോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഴകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബേരിയം ഫോളോ ത്രൂ ഒക്കെ വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും. പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ വെച്ചും നമുക്ക് ഇതിൻ്റെ റീസൺസ് പലതും കണ്ടുപിടിക്കാനായിട്ട്, എന്തുകൊണ്ട് ഇത് വരുന്നു, ഫുഡിനോടുള്ള അലർജി കൊണ്ട് ഇത് വരുന്നതാണ്, അല്ല മറ്റെന്തെങ്കിലുമൊക്കെ. നമ്മൾ ഒരു രോഗം കാണുമ്പോൾ നമ്മൾ മറ്റു രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഫ്ലമേറ്ററി സ്റ്റാറ്റസ്, ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള പലതരം ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. പിന്നെ നമ്മൾ മറ്റേ ഹെലിക്കോബാക്ടർ എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ഉണ്ടോ എന്നറിയാൻ അതിലും ഉണ്ട്. നമുക്ക് എൻഡോസ്കോപ്പി വഴി ആ ഫ്ലൂയിഡ് എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ചില ബ്രത്ത് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്കറിയാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഈ ഗേർഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ത് ജീവിതശൈലിയായിട്ട്, ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളിലാണ് വരുന്നത്. ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ നമ്മൾ ആദ്യം ലൈഫ് സ്റ്റൈൽ മോഡുലേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഒന്ന് നമ്മൾ ഏറ്റവും പ്രധാനം ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ പോയി കിടക്കരുത്. അതാണ് ഈ ഗേർഡുള്ളത്. അതായത് നമ്മൾ ഈ ഡോറ് ഇപ്പോൾ താന്ന് കിടക്കുകയാണെങ്കിൽ അത് കയറി പോകാനുള്ള ചാൻസ് കുറവാണല്ലോ. നമ്മൾ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ നേരെ പോയി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ലീക്കിങ്ങിനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ മിനിമം ഒരു 3 മണിക്കൂർ വരെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കാതിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുമ്പം ഇടതുവശം ചെരിഞ്ഞ് കിടക്കുക. അപ്പോഴും കയറി പോകാനുള്ള ചാൻസ് കുറവായിരിക്കും.
അപ്പോൾ ഇത്തരം അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ വെയിറ്റ് കുറയ്ക്കുക. നമ്മൾ കുടവയറുണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കണം. കുടവയർ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാറ്റ് കുറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ലോ കാലറി ഫുഡ് എടുക്കുക, എക്സസൈസ് ചെയ്ത് അത് ബേൺ ഔട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അതിൽ വേണ്ടത്. പിന്നെ ഉള്ളത് നമ്മൾ സ്മോക്കിങ്ങും ആൽക്കഹോളും ചോക്ലേറ്റ്, കോഫി ഇതൊക്കെ നമ്മൾ അസിഡിറ്റി കൂട്ടുന്നതാണ്. അത്തരം ഫുഡൊക്കെ ഒഴിവാക്കുക. പിന്നെ സ്പൈസി ഫുഡ്, ആസിഡിറ്റിക്ക് നമ്മൾ ഈ പുളിയുള്ള സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം ആസിഡിക് ഫുഡാണ് ശരിക്കും. അത് ഓൾറെഡി നമ്മുടെ അസിഡിറ്റി കൂടുതലാണ്. അപ്പോൾ ആസിഡിക് ഫുഡുകൾ കുറയ്ക്കുക. സ്പൈസ്, എരിവും പുളിയുള്ള നമ്മൾ പറയുന്ന എരിവും പുളിയും കുറയ്ക്കുക. പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഫുഡ് കുറയ്ക്കുക. ഡ്രൈ ആയിട്ട് ഫുഡ് വരുമ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈയും ഫാറ്റി, നമ്മൾ ഈ ഫ്രൈഡ് ഫുഡെല്ലാം ഡ്രൈ ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാക്കും. കൂടുതൽ ആസിഡ് പ്രൊഡക്ഷൻ വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഫുഡും കുറയ്ക്കാനായിട്ട് നോക്കും. പിന്നെ നമ്മൾ മെഡിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് മെഡിക്കേഷൻസ് ആണ് വരുന്നത്. ഒന്ന് ആൻറ്റാസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആസിഡിനെ മാറ്റി അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത്. അതിന് നമ്മൾ മഗ്നീഷ്യം അല്ലെങ്കിൽ അതിന് പല സിറപ്പുകൾ നമ്മൾ കഴിക്കും. അതെല്ലാം ആ ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകളാണ്. പിന്നെ ഒരു തരം ആൻറ്റി ഹിസ്റ്റമിൻ എന്ന് പറയും. നമ്മൾ അലർജിക്ക് വേണ്ടിയാണ് നമ്മളെപ്പോഴും ആൻറ്റി ഹിസ്റ്റമിൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ കഴിക്കുന്ന ഈ റാനിറ്റിഡിൻ, സിമെറ്റിഡിൻ എന്നൊക്കെ പറയുന്ന അതൊക്കെയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന വരുന്നത്. അത് H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അലർജിക്ക് കഴിക്കുന്ന മരുന്നുകളൊക്കെ പറഞ്ഞ് H1 റിസപ്റ്റേഴ്സാണ്. നമ്മൾ ഈ ആൻറ്റി ഹിസ്റ്റമിനായിട്ട് നമ്മൾ അലർജിക്ക് കഴിക്കുന്ന മരുന്നുകൾ സിട്രസിൻ, ആവിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കുകയില്ലേ, അതൊക്കെ H1 റിസപ്റ്റർ ബ്ലോക്കാണ്. അതായത് ഹിസ്റ്റമിനെ തന്നെയാണ്. ഹിസ്റ്റമിൻ പല തരം റിസപ്റ്റേഴ്സിൽ വർക്ക് ചെയ്യും. അതിൽ H1 റിസപ്റ്റേഴ്സ് നമ്മൾ അലർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇത് മെയിൻലി H2 റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് റാനിറ്റിഡിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഒമിപ്രസോൾ എന്നൊക്കെ ഉള്ള മരുന്നുകളുണ്ട്. PPA ആ ഗ്രൂപ്പിലുള്ള അവരെന്താണെന്ന് കഴിഞ്ഞാൽ ഈ ആസിഡ് പ്രൊഡക്ഷനെ ബ്ലോക്ക് ചെയ്യുകയാണ്. ശരിക്കും H2 റിസപ്റ്റേഴ്സിൽ ബ്ലോക്ക് ചെയ്യുന്നതും ഫൈനലി ആസിഡ് റിസപ്ഷനെയാണ്. പക്ഷേ അതിന് ഒരു സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിനെയാണ് ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ബ്ലോക്ക് ചെയ്യുന്നത്. അത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയതുകൊണ്ട് ഇപ്പോൾ കൂടുതലും റാനിറ്റിഡിനൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഒമിപ്രസോളോ, റെമിപ്രസോ ഇങ്ങനത്തെ മരുന്നുകളാണ്. പിന്നെ ഉള്ളത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആസിഡ് എവിടെയെങ്കിലും നിൽക്കാതിരിക്കാനായിട്ട്, അതായത് പ്രത്യേകിച്ചും ഈ അവിടെ ഈ പ്രോകൈനറ്റിക്സ് എന്ന് പറയും. പ്രോകൈനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിലിൻ്റെ ആക്ടിവിറ്റി കൂട്ടും. അപ്പോൾ അതിന് ഈ ഡോംപെറിഡോം എന്നൊക്കെയുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് അതാണ് ഈ ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി, അതായത് ആമാശയത്തിലെ മോട്ടിലിറ്റി കൂട്ടി അതിനെ ഈ നേരത്തെ വേഗം തന്നെ അതിനെ ഇൻഡസ്റ്റൈനിലേക്ക് വിടും. അപ്പോൾ പിന്നെ മുകളിലേക്ക് കയറി വരാനുള്ള ചാൻസ് കൂടുമല്ലോ. പിന്നെ ഇതൊക്കെ കൊണ്ട് പറ്റാതെ വരുമ്പം ചിലർ സർജിക്കലായിട്ടുള്ള കറക്ഷൻസും ചെയ്യാറുണ്ട്. അപ്പോൾ അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റൊമക്കിനെ തന്നെ ഒരു ഭാഗം വെച്ചിട്ട് അതിനെ ചുറ്റി വെക്കും. അപ്പോൾ അതിന് ഒരു ആർട്ടിഫിഷ്യലായിട്ട് സ്റ്റൊമക്കിൻ്റെ ഒരു ഭാഗം വെച്ച് തന്നെ അവിടെ ഒരു സ്പിഞ്ചർ ഉണ്ടാക്കുക. പക്ഷെ അത് പലർക്കും വളരെ ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സർജറിയൊക്കെ ഈസി ആയിട്ട് ചെയ്യാം, പക്ഷേ പലർക്കും അത് കഴിയുമ്പോൾ പലതരത്തിലുള്ള അസ്വസ്ഥതകളും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബേസിക്കലി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ഒബേസിറ്റി ഉള്ളത് കറക്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ മാറ്റാവുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗേർഡിനൊന്നും വേണ്ടിയിട്ടൊരു സർജറിയിലേക്ക് പോകേണ്ട ഒരാവശ്യമില്ല ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ്ങാണെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ ഈ വയറിൻ്റെ അസ്വസ്ഥതകളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഗേർഡിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ പലതരം മരുന്നുണ്ട്. പിന്നെ സർജറിയാണ്. പക്ഷേ സർജിക്കൽ മരുന്നിൻ്റെയൊക്കെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു 12 hours അല്ലെ 24 hours അത് നിൽക്കുകയുള്ളൂ. പിന്നെ സർജറി നമ്മൾ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, അല്ലാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നത് വളരെയാണ്. ഇതെല്ലാം ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ട് വന്നിരിക്കുന്നതാണ് ഇതിനകത്തെ പ്രശ്നങ്ങൾ. നെക്സ്റ്റ് സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷനാണ്. അപ്പോൾ ഒരു ജനറൽ പോപ്പുലേഷനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞ ബാക്ടീരിയ നമ്മളിപ്പോൾ ടെസ്റ്റിലായിട്ട് നോക്കുവാണെങ്കിൽ 60 to 90% ഓഫ് എല്ലാവരിലും ഉണ്ട്. 90%, 60 മുതൽ 90% ഡിഫറെൻറ്റ് പോപ്പുലേഷൻ സ്ക്രീനിങ്ങിൽ അത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ പലരിലും ഇതൊരു അസിഡിറ്റിയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ നമ്മൾ
ഇങ്ങനെയുള്ള അസ്വസ്ഥതകളിലുള്ളവർ നമ്മൾ ഈ ടെസ്റ്റ് ഇപ്പം ഇതിപ്പം ഫ്രീലി അവൈലബിൾ ആയി, ഒരു 40 വർഷം മുമ്പ് ഈ ടെസ്റ്റ് ഒന്നും ഇല്ല, ഇപ്പോൾ ഫ്രീലി അവൈലബിൾ ആയി ചെയ്യും. അന്നേരം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ കണ്ടു കഴിയുമ്പോൾ ഉടനെ നമ്മൾ ആൻറ്റിബയോട്ടിക് കോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ ക്യാൻസറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ബാക്ടീരിയ കൂടുതലായിട്ടുള്ളവരിൽ ഇപ്പം നമ്മൾ അല്ലെങ്കിൽ ക്യാൻസറോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അസ്വസ്ഥതകളോ ഉള്ളവരിൽ നമ്മൾ ജനറൽ പോപ്പുലേഷനിൽ നോക്കിയാലും 60-90% ഉണ്ടാവും. ഇങ്ങനെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവരിൽ നോക്കിയാലും അഥവാ അല്ലെങ്കിൽ ഈവൻ 100% വരെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പം നമ്മൾ ഗ്യാസ്ട്രിക് ക്യാൻസേഴ്സിലേക്ക് ലിംഫോമയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലുണ്ടെന്നുള്ളതാണ്. പക്ഷേ അല്ലെങ്കിലും ഒരു സിംറ്റം ഇല്ലാത്തവർക്കും ഇതുണ്ട്. അപ്പം അതിന് അത്രയധികം സിഗ്നിഫിക്കൻസ് ഇല്ല. അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്, ഈ ബാക്ടീരിയ ഉണ്ടോ എന്ന്? അതിന് ആൻറ്റിബോഡി ടെസ്റ്റ് ഉണ്ട്, ബ്രത്ത് ടെസ്റ്റ് ഉണ്ട്, പിന്നെ എൻഡോസ്കോപ്പിയിൽ നമ്മളിത് എടുത്ത് വെച്ചിട്ട് പരിശോധിച്ച് നോക്കിയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പം യൂഷ്വലി ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് തരിക എന്നുള്ളതാണല്ലോ. അല്ലെങ്കിൽ നമുക്കൊരു മനപ്രയാസം വരും. ഇപ്പോൾ പേഷ്യൻറ്റിന് മനപ്രയാസമായിരിക്കും, വേണ്ട 90% പേർക്കും ഉള്ളത് നിങ്ങൾ എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും രോഗി അസ്വസ്ഥത മാറാനാണ് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നത്. ഡോക്ടർ കൊടുക്കേണ്ട ആവശ്യം വരുന്നതാണ്. അപ്പം നമുക്കറിയാം 90% പേർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ ഒരു സിംറ്റംസ് കാണിക്കുമ്പോൾ അത് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ യൂഷ്വലി അതിനൊരു ട്രിപ്പിൾ ഡ്രഗ് റെജിമാണ് അതിനകത്ത് കൊടുക്കുന്നത്. അതിനൊരു ക്ലാരിത്രോമൈസിൻ, അമോക്സിസിലിൻ, പിന്നെ ഒരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററും കൂടെ. അതൊരു 14 to 21 ഡേയ്സ്. അപ്പം ഒരു വെരി സ്ട്രോങ് ആൻറ്റിബയോട്ടിക്സ് ആണ് വരുന്നത്. അപ്പോൾ പലർക്കും പക്ഷേ ഇത്തരം അസ്വസ്ഥത ഉള്ളവർക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാമല്ലോ, ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പം ആൻറ്റിബയോട്ടിക്കാണ്. അപ്പം നമ്മൾ ഈ ഹെലിക്കോബാക്ടർ പൈലോറി കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. പക്ഷേ ഇത് മറ്റുള്ള നമ്മളുടെ ഹോൾ ഇൻറ്റസ്റ്റൈനിൽ ഒത്തിരി മൈക്രോബ്സ് ഉണ്ട്. പലരും നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളവരും അല്ലാത്തവരും എല്ലാം മരിക്കും അല്ലേ, എല്ലാവരും നശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ 14 to 21 ഡേയ്സ് മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും പലർക്കും ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതൊക്കെ എടുത്ത് മാറിയാലും പിന്നെയും അത് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹെലിക്കോബാക്ടർ പൈലോറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉള്ളിലേക്ക് പോകാം. ഈ നമ്മുടെ ഇതിനകത്ത് മ്യൂക്കസ് മെംബ്രെയിനും ഗ്ലാൻസ് ഉണ്ടല്ലോ, അവരതിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടെ ജീവിക്കും. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഇഫക്റ്റ് ഒക്കെ കഴിയുമ്പോൾ അവർ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് അവർ തിരിച്ചു വരും. അപ്പോൾ അതും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല എന്നുള്ളതാണ്. ബേസിക്കലി നമുക്കിതും നമ്മൾ ഫുഡിൻ്റെ അകത്ത് കൺട്രോളും മറ്റു കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ തന്നെ മാറുന്നതേ ഉള്ളൂ. അപ്പം ബേസിക് ഇത്തരം സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഇത്രയും കോഴ്സൊക്കെ കഷ്ടപ്പെട്ടെടുക്കേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളത്. നെക്സ്റ്റ് നെർവ്സിനെ സംബന്ധിച്ച് വരുന്ന ഇതാണ്. അതിനാണ് ഗ്യാസ്ട്രോഫെറസ് എന്ന് പറയുന്നത്. അതായത് അത് ഈ നമ്മുടെ ആമാശയം ഇങ്ങനെ വീർത്തിരിക്കും. അതിനകത്തെ മോട്ടിലിറ്റി, അതിൻ്റെ മസില്, ആമാശയം ഒരു മസ്കുലർ ഓർഗനാണ്. ആ മസിലിന് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നെർവ്സ് വേണം. നെർവ്സ് എന്ന് പറയുമ്പോൾ ഈ എൻട്രിക് നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞ് ഇൻറ്റസ്റ്റൈനിൽ തന്നെ, അതായത് തൊണ്ട മുതൽ ഏനസ് വരെയുള്ള ഒരു ഒരു ഇൻറ്റസ്റ്റൈനിൽ തന്നെ ഒരു നെർവസ് സിസ്റ്റം ഉണ്ട്. അതുകൂടാതെ അതും ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വേഗസ് നെർവ് എന്നുള്ളതാണ് അതിനെ കൺട്രോൾ ചെയ്യാനും ഇതിനെ കമ്മ്യൂണിക്കേഷൻ, ബ്രെയിനും ഇതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിന് വരുന്ന വീക്ക്നെസ് കൊണ്ട് ഈ മസിൽ ആക്ട് ചെയ്യാതെ വരുമ്പം ഈ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതെല്ലാം കെട്ടിക്കിടക്കും, അത് വയറ് വീർത്തിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് പുറത്തേക്ക് കുടലിലേക്ക് ഇറങ്ങാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഏറ്റവും പ്രധാനം ഇങ്ങനത്തെ ഗ്യാസ്ട്രോഫെറസിസ് വരാൻ, അല്ലെങ്കിൽ എൻഡറിക് നെർവ് സിസ്റ്റത്തിനും അതുപോലെ ഈ ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിന് വീക്ക്നെസ് വരുത്തുന്ന ഡയബറ്റിസ് ആണ്. പിന്നെ ചിലതരം ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ വീക്ക്നെസ് വരാം. പിന്നെ എന്തെങ്കിലും ട്രോമ, അതായത് ഈ വയറിന് ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് ഈ ബറിയാട്രിക് സർജറി ഒക്കെ കഴിഞ്ഞ് ഇൻറ്റസ്റ്റൈൻ്റെ തന്നെ ഭാഗം തന്നെ മാറ്റുമല്ലോ. പിന്നെ പഴയ കാലത്ത് ഈ അസിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഈ വേഗസ് നെർവിനെ കട്ട് ചെയ്യുന്ന സർജറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം, ഈ ഗ്യാസ്ട്രോഫെറസിസിനുള്ള സാധ്യത കൂടും. പിന്നെ നമ്മൾ ഈ ക്യാൻസറിനൊക്കെ വേണ്ടിയിട്ട് ഈ സ്റ്റൊമക്കിനെ ഓർ പാൻക്രിയാസിനെയൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നെർവ്സ് ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം വരാം. പിന്നെ ഉള്ള വേറൊരു മേജർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കീമോതെറാപ്പി പലപ്പോഴും പല കീമോതെറാപ്പിക്ക് മെഡിക്കേഷൻസും ഈ ക്യാൻസറിന് വേണ്ടിയുള്ള കീമോതെറാപ്പി പലതും നമുക്ക് ന്യൂറോളജിക്കൽ ഡാമേജ് വരുത്തും. അത് ആ വയറിനകത്ത് ഇപ്പം വയറ് കഴിക്കുന്ന മരുന്ന് നേരെ പോയി വരുത്തുന്നത് മാത്രമല്ല, എൻട്രിക് നെർവ് സിസ്റ്റത്തിൽ പല മരുന്നുകളും നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് വരാം. അതുകൂടാതെ ഇഞ്ചക്ഷനോ ഈവൻ റേഡിയേഷനോ
ഒക്കെ വന്നിട്ടും നമ്മൾ ഇപ്പം നമുക്ക് സ്റ്റൊമക്കിനൊരു ക്യാൻസർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് റേഡിയേഷനും എടുക്കുമല്ലോ. അല്ല, കീമോതെറാപ്യൂട്ടിക് ഏജൻസ് പലതും നമുക്ക് നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് വരുത്താം. അതും ഗ്യാസ്ട്രോഫെറസിന് കാരണമാണ്. അത് പലപ്പോഴും പലർക്കും അറിയാം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പലതരം അസ്വസ്ഥതകളൊക്കെ വരുന്നത് ഈ കീമോയും റേഡിയേഷനും ഒക്കെ കഴിയുമ്പോൾ വയറിന് അസ്വസ്ഥത വരാനും ഒരു റീസണാണ്. അപ്പം ഇതിൻ്റെ മെയിൻ ഒരു എപ്പോഴും ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുക, ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടോ അല്ലെ രാവിലെ എഴുന്നേൽക്കുമ്പം നോസിയ തോന്നുക. അപ്പം വയറിന് അത് രാവിലെ വരുമ്പം എഴുന്നേൽക്കുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ 8 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ടും വയറിനകത്ത് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ വയറിനകത്ത് സാധനം കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വയറിന് വേദന വരിക, ഇതൊക്കെ ആയിരിക്കും. അതുപോലെ ഒരു ബ്ലോട്ടിങ് പോലെ തോന്നുക, മൊത്തത്തിൽ ബോഡി ഏക്ക് തോന്നുക. പിന്നെ ബ്ലഡ് ഷുഗർ, ഡയബറ്റിക് പേഷ്യൻസിനാണല്ലോ ഇത് കൂടുതൽ വരുന്നത്. ബ്ലഡ് ഷുഗർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നിൽക്കുകയില്ല. ചിലപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇതെല്ലാം അവിടെ കിടക്കുകയായിരിക്കും. ഭക്ഷണം കഴിച്ചില്ലെന്ന് കരുതി നമ്മൾ ഇൻസുലിൻ എടുക്കും. അപ്പം ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കുകയല്ല ഈ ഡൈജഷനും അബ്സോർഷനും നടക്കുന്നത്. അപ്പം ബ്ലഡ് ഷുഗർ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ആസിഡ് റിഫ്ലക്സ് വരാം, ഗേർഡ് വരാം, ഹാർട്ട് ബേൺ, നെഞ്ചിരിച്ചിൽ വരാം, രാത്രിയിൽ സ്വെറ്റിംഗ് പോലെ വരും, അതുപോലെ നെഞ്ചിടിപ്പ് വരാം. അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഈ ആസിഡ് കയറി പോകുന്നതിൻ്റെ അനുസരിച്ച് നമ്മളുടെ ഈ ഓട്ടോണോമിക് നെർവ് സിസ്റ്റം, വേഗസ് നെർവ്, നമ്മുടെ ഈ ബ്രെയിൻ നിന്നുള്ള ഹാർട്ടിലേക്കുള്ള കൺട്രോളും ഒക്കെ ഇതിനകത്താണ് വരുന്നത്. സ്വെറ്റ് കൺട്രോള്, ഹാർട്ടിൻ്റെ കൺട്രോളും ഒക്കെ വേഗസ് നെർവുമായിട്ട് കണക്ട് ചെയ്താണ്. അപ്പോൾ ഇതിലൊക്കെ വരുന്ന വേരിയേഷൻ കൊണ്ട് ചിലപ്പോൾ രാത്രിയിലോ എഴുന്നേറ്റ് വേർത്തെഴുന്നേൽക്കുക, നെഞ്ചിടിപ്പ് വരിക, ഇതൊക്കെ ഇതിനകത്ത് വരാം. അപ്പോൾ പലപ്പോഴും നമ്മളിതെല്ലാം ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ പോവുകയാണെന്നൊക്കെ കരുതും. ചിലപ്പം ഇതായിരിക്കും അതിനകത്ത് കാരണം വരുന്നത്. പിന്നെ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് വരാം. പിന്നെ ഇങ്ങനെ ഇത് കുറച്ച് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് വരാം. നമ്മൾ സാധാരണ വെയിറ്റ് ലോസ് വരണമെങ്കിൽ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടായിരിക്കണം. ഫുഡ് കൺട്രോൾ ഇല്ലാതെ തന്നെ വെയിറ്റ് ലോസ് വരുവാണെങ്കിൽ, അതായത് നമ്മൾ പർപ്പസ്ലി വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കാതെ തന്നെ വെയിറ്റ് കുറഞ്ഞു പോകുന്നു എന്ന് കാണുകയാണെങ്കിൽ അതൊരു രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് എടുക്കണം. വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ പർപ്പസ്ലി ഫുഡ് കൺട്രോൾ ചെയ്തു, എക്സസൈസ് ചെയ്ത് നമ്മൾ വെയിറ്റ് കുറയുന്നത് ഇറ്റ്സ് എ ഹെൽത്തി ഫിനോമിനയാണ്. അതേസമയത്ത് നമ്മൾ ഒരു കാര്യമില്ലാതെ നമ്മൾ വെയിറ്റ് കുറയാൻ തുടങ്ങുവാണെങ്കിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. നമുക്കൊരു രോഗമുണ്ട്, അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആകാം, ക്യാൻസറിൻ്റെ തുടക്കമാകാം, അല്ലെങ്കിൽ ഇത്തരം വയറിൻ്റെ അസ്വസ്ഥതകൾ ഒക്കെ കൊണ്ട് അത് വരാമെന്നുള്ളത്. ഇപ്പം ഇതിലാണേലും നമ്മൾ വയറിൻ്റെ എന്തിലാണേലും നമ്മൾ ഇൻവെസ്റ്റിഗേഷനായിട്ട് തോന്നുന്നത് ഒരു എൻഡോസ്കോപ്പി നോക്കുക, ബേരിയം ഫോളോ ത്രൂ നോക്കുക, അൾട്രാസൗണ്ട് സ്കാൻ നോക്കുക, അതല്ലെങ്കിൽ പിന്നെ മറ്റേ CT സ്കാൻ, MRI, ഇതൊക്കെയാണ് ഇതിനകത്ത് ടെസ്റ്റുകൾ വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി കൂട്ടാനുള്ള സാധനങ്ങളാണ്. അതിൽ നമ്മൾ മെറ്റോക്ലോപ്രമൈഡ്, ഡോപ്പമിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്, അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പെരിനോം എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ്, അല്ലെങ്കിൽ ഒരു ഡോംപെറിഡോം എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ്. പെരിനോം എന്ന് പറഞ്ഞാൽ മെറ്റോക്ലോപ്രമൈഡാണത്. ഇതൊക്കെ നമ്മളുടെ ആ നെർവ്സിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി, മസിലിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി കൂട്ടാനായിട്ട്, ഇതൊക്കെ നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവലിലാണ്. അതായത് നെർവ്സിന് ഈ കണ്ടക്ഷന് വേണ്ടിയിട്ട് ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കെമിക്കൽസ് ഉണ്ട്, അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്താണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അൾസറാണ്. നമുക്കറിയാം പെപ്റ്റിക് അൾസർ, ഗ്യാസ്ട്രിക് അൾസർ, ഡിയോഡിനൽ അൾസർ, ഇതൊക്കെ നമ്മൾ അതുപോലെ ചിലപ്പോൾ സ്ട്രെസ്സ് കൊണ്ട് തന്നെ അൾസർ വരാം. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ICUലൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് ചിലപ്പം ബ്ലീഡിങ് വരാം, ഇൻഡസ്റ്റൈനൽ ബ്ലീഡിങ് വരാം. ഇതൊക്കെ സ്ട്രെസ് അൾസേഴ്സ് കൊണ്ട് വരുന്നതാണ്. പിന്നെ അസിഡിറ്റി കൊണ്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം സ്കിന്നിൽ അൾസർ നമുക്കെല്ലാം അറിയാം, എന്തായാലും ഒരു മുറിവ് വന്ന് പഴുക്കുന്നതിനെയാണ്. ഇതേപോലെ തന്നെ ഉള്ളിൽ വരുന്ന അൾസറിനെയാണ്, മുറിവുകളെയാണ് നമ്മൾ അൾസർ എന്ന് പറയുന്നത്. അവിടെ ആ ഇൻറ്റഗ്രിറ്റി, ഇപ്പം സ്കിന്നിൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് ഒത്തിരി പ്രോബ്ലം വരുമ്പം സ്കിൻ അൾസർ വരും. ഉള്ളിലെ മ്യൂക്കസ് മെംബ്രെയിൻ ഇൻറ്റഗ്രിറ്റിയിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ അത് ഇൻഡസ്റ്റൈനൽ അൾസർ, ആമാശയ അൾസർ, അത് ഏത് ഭാഗത്താണെന്നുള്ളതനുസരിച്ച്. ഇതിൻ്റെ എല്ലാം പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു നമ്മളുടെ ബാക്ടീരിയ ഒക്കെ ഉള്ളിലേക്ക് കയറി പോകാതിരിക്കാനാണല്ലോ. ഇപ്പം നമ്മൾ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അതാണല്ലോ നമ്മുടെ പേടി, അതിനകത്തൂടെ ആൾക്കാരകത്തേക്ക് കയറിപ്പോകും, അണുബാധ ഉണ്ടാവും എന്നുള്ളതാണല്ലോ. ഇത് തന്നെ വയറിനുള്ളിലും സംഭവിക്കാം. കാരണം വയറിനകത്ത് നമ്മുടെ സ്കിന്നിലെ പോലെയല്ല, അതിൽ മോർ പതോജനിക് ബാക്ടീരിയ ഉണ്ട്. ഈ കോള വെച്ചിട്ട് ഏത് രോഗവും വരാം.
യൂറിനറി ഇൻഫെക്ഷൻ വരുത്തുന്ന ഈക്കോളയാണ്, അല്ലെങ്കിൽ ഈക്കോളെ സെപ്റ്റിസീമിയ പോലെയുള്ളതൊക്കെ വരാം. അപ്പം ബ്ലഡിലേക്ക് ഇൻഫെക്ഷൻ കയറിപ്പോവും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ദഹിക്കാതെ ബ്ലഡിലേക്ക് കയറിപ്പോവും, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാം. അതുപോലെ ബാക്ടീരിയാസ് ഉള്ളിലേക്ക് കയറി അതുകൊണ്ടുള്ള പ്രശ്നം വരാം. അതിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് ലിവറിനാണ്. അപ്പം ഇത്തരം രോഗങ്ങളുള്ളവർക്ക് ലിവറിൽ ഹെപ്പറ്റൈറ്റിസോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർ ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ മരുന്നും സംബന്ധിച്ച് മരുന്ന് വീണ്ടും അസിഡിറ്റിയും അൾസറും കൂട്ടും, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ ഇത് വരുന്നത് കൂടുതലും ഈ സ്മോക്കിങ്, കോഫി, ആൽക്കഹോൾ, ഇതൊക്കെ ഇതിന് പ്രശ്നങ്ങൾ കൂട്ടാം. നെക്സ്റ്റ് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അസിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ക്യാൻസർ തന്നെയാണ്. അപ്പോൾ ക്യാൻസറിൽ നമുക്കറിയാം ആമാശയ ക്യാൻസർ പല രീതിയിലുള്ള ഇതും വരാം. അതിൽ പിന്നെയുള്ളത് ഈ ക്യാൻസറിന് പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ വരാം. പിന്നെ പെർണീഷ്യസ് അനീമിയ, അതായത് നമ്മുടെ ഈ ഇൻട്രിൻസിക് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്കിന്നിൽ നമ്മൾ എട്രോഫിക് ഈ എക്സിമ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ മൂക്കിനകത്താണെങ്കിൽ അട്രോഫിക് നേസൽ മ്യൂക്കോസ് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഇൻറ്റേർണൽ മ്യൂക്കസ് മെമ്പറൈനെ ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ബാധിക്കുന്നതാണ് ആ പെർണീഷ്യസ് അനീമിയ എന്നൊക്കെ പറയുന്നത്. ഇത്തരം രോഗങ്ങളുള്ളവർക്കും നമുക്ക് ഈ ക്യാൻസറിലേക്ക് പോകാനുള്ള ചാൻസ് കൂടും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ ഗേർഡിൻ്റെ ഭാഗമായിട്ടും ഒക്കെ വരാം. ഇത് കൂടുതൽ വരാൻ സ്മോക്കിംഗ് വരുന്നവർക്കും പലതരം പിക്കിൾഡ് ഫുഡ്, സ്മോക്ഡ് ഫുഡ് ഒക്കെ കഴിക്കുന്നവർക്ക് ഇങ്ങനത്തെ ക്യാൻസറിനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. പിന്നെ ഇപ്പം നമുക്ക് അറിയാം ക്യാൻസറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ക്യാൻസർ ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെറ്റ് സ്കാൻ നോക്കുക. പിന്നെ നമ്മൾ കൺവെൻഷണൽ സർജറി, സ്റ്റൊമക്കാണെങ്കിൽ സ്റ്റൊമക്കിൻ്റെ ഭാഗം എടുത്ത് കളയുക, അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രക്ടമി പോലെയുള്ള ഇതാണ്, അല്ലെങ്കിൽ ഒരു പാർട്ട് പ്രശ്നമുള്ള ഭാഗം എടുത്ത് കളയുക, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ക്യാൻസർ അല്ലാതെ മറ്റുള്ള അവയവങ്ങളുടെ നോക്കുകയാണെങ്കിൽ ലിവർ, ഗാൾ ബ്ലാഡർ, പാൻക്രിയാസിൻ്റെ ഒക്കെ അസുഖങ്ങളായിരിക്കും. അതിലും ഈ ടെസ്റ്റുകളൊക്കെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. എൻഡോസ്കോപ്പി നോക്കും, സ്കാൻ നോക്കും, ആ രീതിയിലാണ്. പിന്നെ നമ്മൾ ഈ ബ്ലഡിലെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, ട്യൂമർ മാർക്കേഴ്സ്, പാൻക്രിയാസിൻ്റെ ഉണ്ടെങ്കിൽ അമൈലീസ്, ലൈപ്പീസ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഇൻഡസ്റ്റൈനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഗട്ട് ഫ്ലോറയെ കുറിച്ചും കൂടെ മനസ്സിലാക്കണം. അതിൽ നമ്മൾ ഇൻഡസ്റ്റൈനകത്ത് നമുക്ക് ഒത്തിരി തരം മൈക്രോബ്സ് ഉണ്ട്. അതിനകത്ത് ബാക്ടീരിയ ഉണ്ട്, ആർക്കി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, പിന്നെ ഫംഗസ് ഉണ്ടാകാം, വൈറസ് ഉണ്ടാകാം. ഇതെല്ലാം കൂടെ കൂടിയാണ് അവർക്ക് പല റോളുകളും ഉണ്ടെന്നുള്ളതാണ്. അത് ഓരോ വിഭാഗവും ഓവർഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അസുഖമാകാം. അതേ സ്ഥാനത്ത് തീരെ ഇല്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും രോഗങ്ങളുണ്ടാക്കാം. കാരണം ഈ ഡൈജഷന് വേണ്ടിയിട്ടും അതുപോലെ നമ്മളുടെ മെറ്റബോളിസത്തിനും ഈവൻ നമ്മളുടെ ഇമ്മ്യൂണിറ്റിയും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്താണ് ഈ ബാക്ടീരിയസിനും വളരെ ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടെന്നുള്ളതാണ്. ഈവൻ നമ്മളുടെ പല മരുന്നുകൾ നമ്മൾ കഴിക്കുന്നത് പോലും അതിനെ മെറ്റബോളൈസ് ചെയ്യുന്നത് ഈ ബാക്ടീരിയയും കൂടെ കൂടിയാണെന്നുള്ളതാണ്. ഈവൻ നമ്മളുടെ ഡൈജഷനെ മാത്രമല്ല നമ്മളുടെ ബിഹേവിയർ പോലും, അതായത് നമ്മുടെ സ്വഭാവമായിട്ട് പോലും നമ്മളുടെ ഈ വയറിനകത്തുള്ളിൽ ബാക്ടീരിയകൾക്ക് ബന്ധമുണ്ടെന്നുള്ളതാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. അതിനൊരു ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും. അത് ഗട്ടിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു എൻട്രിക്സ് നെർവ് സിസ്റ്റം ഉണ്ട്, പിന്നെ ബ്രെയിനുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. അപ്പം അത് നമ്മളുടെ ഈ ഉള്ളിലെ ബാക്ടീരിയസും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ്. ഈവൻ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഫീക്കൽ തെറാപ്പി ചെയ്യുന്നുണ്ട്. അതായത് ആരോഗ്യമുള്ള ആളുടെ മലത്തിലെ ബാക്ടീരിയ എടുത്ത് അതിനെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ ആരോഗ്യമില്ലാത്ത, അതായത് ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ് ഉള്ളവർക്ക് അതിനെ ഒരു ട്യൂബ് വഴി അതിലേക്കിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റം തന്നെ ഉണ്ട് ഇപ്പം. അതിപ്പം ശരിക്കും നമ്മൾ പല രാജ്യങ്ങളിലും പല ഇതിലുമൊക്കെ ഒരു ഇതായിട്ട് ചെയ്തിട്ടുണ്ട്, ഫീക്കൽ തെറാപ്പി എന്ന് പറയുന്നത്. ഈവൻ നമ്മളുടെ ഫീസിൻ്റെ, അതായത് മലത്തിൻ്റെ ഡ്രൈ വെയിറ്റിൻ്റെ 60% ശരിക്കും പറഞ്ഞാൽ ബാക്ടീരിയ, ഡെഡ് ബാക്ടീരിയ ആണെന്നാണ് പറയുന്നത്. അപ്പം അത്ര അധികം ബാക്ടീരിയാസ് നമ്മുടെ ഉള്ളിലുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ബാക്ടീരിയൽ ജീനോം. ശരിക്കും പറഞ്ഞാൽ ബാക്ടീരിയൽ ജീനോം, ഹ്യൂമൻ ജീനോം, ഇപ്പം നമ്മൾ ഹ്യൂമൻ ജീനോം സ്റ്റഡി ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ഹ്യൂമൻ ജീനോമിനേക്കാളും ഹോൾ ബോഡി
നമ്മുടെ ഒരു സെല്ലിലെ ജീനോമിനേക്കാൾ 100 ടൈംസ് ആണ് നമ്മളുടെ ഉള്ളിലും പുറത്തും ജീവിക്കുന്ന ബാക്ടീരിയൽ ജീനോം എന്നുള്ളതാണ് പറയുന്നത്. അതിനകത്ത് എയറോബിക്, അനോറോബിക്, അങ്ങനെ പലതരം ബാക്ടീരിയാസ് ഉണ്ട്. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സും നമ്മൾ ഈ പലതരം ഈവൻ ചിലവർ ഓസോൺ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് വയറിൻ പ്രോബ്ലം ഉള്ളവർക്ക് കൊടുക്കാറുണ്ട്. അതായത് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ O2, O3 എന്ന് പറയുന്നത് ഓസോൺ. അപ്പോൾ അതൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഈ ബാക്ടീരിയസിനെ നമ്മൾ അനേറോബിക് ബാക്ടീരിയസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു തരം ട്രീറ്റ്മെൻറ്റാണ്. ഇതൊക്കെ നമുക്ക് നമ്മളുടെ ആ മൈക്രോബിയൽ സിസ്റ്റത്തിനൊരു വ്യത്യാസം വരുത്തും. നെക്സ്റ്റ് ഉള്ളത് ഇമ്മ്യൂണിറ്റിയും നമ്മുടെ ഇൻറ്റസ്റ്റൈനും തമ്മിലുള്ള ബന്ധമാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൻ്റെ എല്ലാ ഭാഗത്തും ഒരു പേസ് പാച്ചസ് എന്ന് പറയും. നമുക്കറിയാം, നമ്മൾ വായിൽ ടോൺസിൽസ് ഉണ്ട്, അത് പുറത്ത് കഴിഞ്ഞാൽ തൊണ്ടയിൽ അഡനോയിഡ്സ് ഉണ്ട്. അതുപോലെ ഹോൾ ഇൻറ്റസ്റ്റൈനൽ ലെങ്ത്തിൽ പേസ് പാച്ചസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഈ പ്രത്യേക ലിംഫ് നോഡ്സ് പോലെയുള്ള പ്രത്യേക ലിംഫോയിഡ് ടിഷ്യൂ ഉണ്ട്. അപ്പോൾ അവരാണ് നമ്മളെ ഇൻറ്റസ്റ്റൈനിലുള്ള ബാക്ടീരിയയും ഈ ഇൻട്രാക്ഷനെ എല്ലാം കൺട്രോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹെൽത്തും നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഇൻറ്റസ്റ്റൈനെ കുറിച്ച് നമുക്ക് ബേസിക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റസ്റ്റൈൻ പ്രോബ്ലംസിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം. നെക്സ്റ്റ് നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടു, പക്ഷേ നമ്മളൊരു പ്രാക്ടിക്കൽ എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് അസുഖം വന്നിട്ടുണ്ടെങ്കിലും അതിന് നമ്മൾ നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്, എൻഡോസ്കോപ്പി ഉണ്ട്, ബ്ലഡ് ടെസ്റ്റുകൾ നമുക്ക് നോക്കി ഇതെല്ലാം കണ്ടുപിടിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഡയഗ്നോസിസിന് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴല്ലേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും നമ്മൾ അതിന് മരുന്ന് വെച്ചിട്ടൊരു സൊല്യൂഷനായിട്ട് തരും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പം മരുന്ന് കൊണ്ട് ഒരു കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ ഒരു കുറവ് കൊണ്ടല്ല നമ്മൾ ഈ രോഗങ്ങളൊന്നും ഉണ്ടാകുന്നത്. ബേസിക്കലി മനസ്സിലാക്കുക, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ വയറിൻ്റെ 99% പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ്. അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും പല ഭക്ഷണവും, പ്രത്യേകിച്ച് ചിലർക്ക് വീറ്റ് പറ്റില്ലായിരിക്കും, ചിലർക്ക് റൈസ് പറ്റില്ല. നമ്മളെ സ്റ്റേപ്പിൾ ഫുഡ് വീറ്റും റൈസും പൊട്ടറ്റയും കപ്പയൊക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ മെയിൻലി നമ്മൾ ആര് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളൊരു കേരള പോപ്പുലേഷൻ ഒന്നെങ്കിൽ വീറ്റ് അല്ലെങ്കിൽ റൈസ് ആയിരിക്കും നമ്മളുടെ സ്റ്റേപ്പിൾ ഫുഡ്. അത് തന്നെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതും അലർജിക്ക് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അപ്പം ഈ വയറുമായിട്ടുള്ള ബന്ധമുള്ള അസുഖങ്ങളുള്ളവർ അത് ഏതിനാണെന്ന് കണ്ടുപിടിച്ച് അത് നമുക്ക് ഇന്ന് പല ടെസ്റ്റുകളും വെച്ച് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഏതിനോടാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ച് തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒബേസിറ്റിയാണ്. അപ്പോൾ അതിൻ്റെയാണ് ഈ ഗേർഡും ക്യാൻസറും അൾസറിനും ഒക്കെ ഒരു മേജർ പാർട്ട് തന്നെ ഒബേസിറ്റി, നമ്മളുടെ ഈ ബോഡി കോമ്പോസിഷനിൽ വന്ന വ്യത്യാസം, അതുകൊണ്ട് വരുന്ന ഹോർമോണൽ വേരിയേഷൻ, ഇമ്മ്യൂണോളജിക്കൽ വേരിയേഷനൊക്കെയാണ്. അപ്പം അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഇമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്യുക, നമുക്ക് പറ്റുന്ന ഫുഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അത് ബേസിക്കലി സ്വയം കണ്ടുപിടിച്ച് ചെയ്യാൻ നോക്കുക. ഇനി പറ്റുന്നില്ല, അതിൻ്റെ കൂടെ പലതരം രോഗങ്ങളും ഉണ്ട്. കുറേ മരുന്നും കഴിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഫുഡൊന്നും നമുക്ക് കണ്ടുപിടിക്കാനോ കൺട്രോൾ ചെയ്യാനോ, ഫുഡ് കൺട്രോൾ ചെയ്ത് വെയിറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാനോ ഒന്നും പറ്റാതെ വരും. അങ്ങനെയുള്ളവർക്കും മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉള്ളവർക്കും സ്വയം ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തവർക്കുമാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ആൻഡ് മോണിറ്റേർഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുന്നത്. അപ്പം ബേസിക്കലി ഞാൻ ആ രീതിയിലാണ്. അപ്പം നമ്മൾ മരുന്ന് കൊടുത്തല്ല, കുറേ മരുന്നുകളും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് ഈ ക്ലിനിക്കലി മോണിറ്ററും സപ്പോർട്ടും ചെയ്ത് നമുക്ക് മരുന്നുകളൊക്കെ മിക്കവാറും നമുക്ക് കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ തന്നെ പറ്റും. മരുന്നിൻ്റെ ആവശ്യം കാണുന്നില്ല എന്നുള്ളതാണ്. മരുന്നില്ലാതെ തന്നെ നമുക്ക് ഇന്ന് കാണുന്ന 99%, അറ്റ്ലീസ്റ്റ് 95% രോഗങ്ങളും മാറ്റാൻ പറ്റും. അല്ലെ നമ്മൾ ഒരിക്കലും മാറുകയെന്ന് പറയുന്നതാണല്ലോ. വൺസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് പറയുന്നതാണ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും 10, 20, 30 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആ മരുന്നിൽ നിന്നൊക്കെ മാറി ഒരു മരുന്നും ഇല്ലാതെ പ്രഷറും ഷുഗറും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളുടെ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ഇറ്റ്സ് മച്ച് മോർ ഈസിയർ ആയിട്ടുള്ള കാര്യമാണ്. ഉള്ളി തിങ് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യാനും അത് ഒരു ഒബ്സർവൻ്റ് ആയിട്ട് നോക്കി കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു മനസ്സുണ്ടാകാനും അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. നമ്മൾ
കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതിനകത്ത് നമ്മൾ ഒന്ന് ബേസിക്കലി ഓർത്തിരിക്കേണ്ട കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത്, ഒന്ന്, ആമാശയം ഉണ്ടാക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രതിരോധ സംവിധാനത്തിലെ ഒരു പ്രധാന ആയുധവും ദഹനത്തിന് വേണ്ട അത്യാവശ്യ ഘടകവുമാണ്. ആസിഡിറ്റി കുറയ്ക്കാനായി മരുന്നുകൾ തുടർച്ചയായി കഴിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിലെ ആയുധശേഖരമാണ് ഇല്ലാതാകുന്നത് എന്ന് ഓർമ്മിക്കണം. ഒപ്പം തന്നെ ദഹനപ്രക്രിയയെ, പ്രത്യേകിച്ച് പ്രോട്ടീൻ്റെ, അതായത് മാംസ്യത്തിൻ്റെ ദഹനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കും. 2, അമിതമായ പ്രിസർവേറ്റീവ് ഉപയോഗവും ഭക്ഷണത്തിലെ കെമിക്കലുകളും മരുന്നുകളും ആൻറ്റിബയോട്ടിക് ഉപയോഗവും നമുക്കുള്ളിലെ സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന ആഘാതമാണ് കുടൽ സംബന്ധമായ ഒട്ടുമിക്ക രോഗങ്ങൾക്കും കാരണം. 3, നാം തനിച്ചല്ല ജീവിക്കുന്നത്. നമ്മുടെ വയറിനുള്ളിൽ കുറേ അധികം ജീവികൾ കൂടി നമുക്കൊപ്പം ജീവിക്കുന്നു. നാം കഴിക്കുന്ന ഭക്ഷണം നമുക്ക് മാത്രം വേണ്ടിയല്ല, നമുക്കുള്ളിൽ ജീവിക്കുന്ന ഈ സഹായികളും നാം കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പ്രിസർവേറ്റീവ്സിൻ്റെയും ആൻറ്റിബയോട്ടിക്സിൻ്റെയും അമിത ഉപയോഗം അവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് ഓർക്കുക. 4, ഈ സൂക്ഷ്മജീവികളിൽ ചിലർ പെരുകുന്നതും ചിലർ കുറയുന്നതും ഒക്കെ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. അതായത് നമുക്കുള്ളിലെ സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയിലെ സമതുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതാണ് പല രോഗങ്ങൾക്കും കാരണം എന്നാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. 5, നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ സെല്ലുകൾക്കൊപ്പം അവരും സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ആരോഗ്യം നിലനിർത്താനാവൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാവും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കും. അടുത്തത്, ആരോഗ്യകാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിൽ നിന്ന് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ
എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം കൊണ്ട് ഈ വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് എന്ത് ബെനിഫിറ്റ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പലപ്പോഴും വയറിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ ഗേർഡ് മാത്രമുള്ളവരുണ്ടാകും. അതുപോലെ ഗേർഡ് നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ അമാശയ ബയോപ്സിയൊക്കെ എടുത്ത് ബെററ്റീസോഫാഗസ് എന്ന് കണ്ടു, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് കണ്ടു, അല്ലെങ്കിൽ അൾസർ എന്ന് കണ്ടു. വളരെ പല അസ്വസ്ഥതകളും ഉണ്ട്. കാലങ്ങളായിട്ട് മരുന്നൊക്കെ ഈ അസിഡിറ്റിക്കുള്ള മരുന്നുകളും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നാലും അസ്വസ്ഥതകളുള്ളവരാണ്. പിന്നെ ഇതുകൂടാതെ പലരും ഇതിൻ്റെ കൂടെ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഹാർട്ട് ഡിസീസോ ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പം ഈ ഹാർട്ട് ഡിസീസൊക്കെ ഉള്ളവർ ഓൾറെഡി സ്റ്റെൻറ്റോ ബൈപ്പാസോ ഒക്കെ കഴിഞ്ഞവരായിരിക്കും. ഇവർ കുറേ മരുന്നുകളും കഴിക്കുന്നുണ്ടാകും. ഈ ഡയബറ്റീസിനാണെങ്കിൽ 3-4 മരുന്ന് ഡയബറ്റീസിന് കാണും. അതുകൂടാതെ സ്റ്റെൻറ്റിട്ട് നമ്മൾ ക്ലോപ്പിഡോഗ്രലും ആസ്പിരിനും ഒക്കെ കഴിക്കുന്നുണ്ടാവും. അപ്പം ഈ മരുന്നുകളെല്ലാം കൂടെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സാധാരണ നമുക്ക് ഈ മെഡിസിൻസ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ മരുന്നുകളെല്ലാം ഇഞ്ചക്ഷൻ ഇൻസുലിൻ ആണെങ്കിലും ഡയബറ്റീസിന് എടുക്കുന്ന ഓറൽ മെഡിസിൻസ് എല്ലാം നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ തന്നെ അവർക്ക് ഒത്തിരി ആശ്വാസമാകും, വയറിൻ്റെ അസ്വസ്ഥതകൾ പകുതി കുറയും. പിന്നെ അതുകൂടാതെ ഇപ്പം ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിൽ സ്റ്റെൻറ്റ് ഇട്ടിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞവർക്കാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നമ്മൾ ഈ ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും ഒക്കെ നമുക്ക് നിർത്താൻ പറ്റുന്നതേ ഉള്ളൂ ഈ ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ കൂടെ. ഈവൻ പല പേഷ്യൻസും ഉണ്ടാകും ബൈപ്പാസ് പറഞ്ഞവർ, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞവർ. ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളെങ്കിൽ, അതുപോലെ സ്റ്റെൻറ്റ് ഇടണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളെങ്കിൽ നമുക്ക് എളുപ്പമാണ്. കാരണം നമുക്ക് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊരു 6 to 1 ഇയർ കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. കാരണം എല്ലാ മരുന്നുകളും നമുക്ക് വിതിൻ എ മന്ത് നിർത്താൻ പറ്റും. അതോടുകൂടി അവരുടെ മിക്കവാറും ഉള്ള പ്രോബ്ലംസും കുറഞ്ഞിട്ടുണ്ടാകും. പിന്നെ ഈ ഗേർഡായിട്ടുള്ളവർ പലരും ഓവർ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ പിന്നെ പല ഭക്ഷണത്തിനോടും അവർക്ക് ഇൻടോളറൻ്റ് ആയിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിച്ച് അവർക്കുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിലേക്ക് മാറുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളെല്ലാം മാറുന്നതേ ഉള്ളൂ. നമുക്ക് പിന്നെ തീരെ അങ്ങ് ഓവർ വെയിറ്റ് ഉള്ളവരെ ട്രീറ്റ് ചെയ്യാൻ ശരിക്കും എളുപ്പമാണ്. അവർ വില്ലിങ് ആയാൽ മാത്രം മതി. തീരെ അണ്ടർ വെയിറ്റ് ആയിപ്പോയി, ഒന്നിനും വിശപ്പില്ലാതായിപ്പോയി, അതായത് ഇൻഡസ്റ്റൈൻ അങ്ങ് തീരെ ഡാമേജ്ഡ് ആയി പോയിട്ടുള്ളവർക്കാണ്, തീരെ അണ്ടർ വെയിറ്റും ഇതുള്ളവർക്കാണ് കുറച്ചും കൂടെ കൂടുതൽ ഡിഫിക്കൽട്ടി. കാരണം അവരുടെ ആ ഇൻഡസ്റ്റൈനും ഒക്കെ ഒന്ന് കറക്റ്റ് അത്രയും ഡാമേജ്ഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അണ്ടർ വെയിറ്റും വെയിറ്റ് തീരെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഇൻഡസ്റ്റൈനിൻ്റെ കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അവരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു സ്റ്റേജ് 3 ലിവർ ഡിസീസിലേക്ക് വന്നു, പിന്നെ സ്റ്റേജ് 4 or 5 റീനൽ ഫെയിലിയർ ഉണ്ട്, അതിൻ്റെ കൂടെ ഹാർട്ടും, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. എന്നാൽ പോലും കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ തരുന്ന ഭക്ഷണം കഴിക്കാനുള്ള ഒരു ശേഷി ഉണ്ടെങ്കിൽ, പിന്നെ അത്യാവശ്യം എക്സസൈസും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഒരു പരിധിവരെ കറക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. ഇപ്പം റീനൽ ഫെയിലിയർ 5 എല്ലാം തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കിഡ്നിയൊക്കെ അപ്പോൾ ഒരു ഓർഗൻ ഡാമേജ് ആയാൽ അതിന് കുറച്ചൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി റിപ്പയർ ചെയ്യാൻ പറ്റണമെന്നില്ല. അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മരുന്നില്ലാതെ തന്നെ ആക്കാൻ പറ്റുന്നതോടുകൂടി തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും. കാരണം ഈ മരുന്നാണ് പല അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നത്. മരുന്നുള്ള ഒരാൾക്ക് ലിവറിന് പ്രോബ്ലം ഉള്ളവർക്കും കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർക്കും മരുന്ന് പാടില്ല. കാരണം അവർക്ക് കിഡ്നിയും ലിവറും കൂടുതൽ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ഈ മരുന്നിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം അത് ബേസിക്കലി നമ്മൾ പേഷ്യൻ്റ് വില്ലിങ് ആണ്, പേഷ്യൻ്റ് ഇൻട്രസ്റ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. അപ്പം നമ്മളുടെ രോഗിയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സമീപനമാണ് ഏറ്റവും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഒരു പേഷ്യൻ്റ് പോലും നമ്മൾ വില്ലിങ് ആകുന്നവർക്ക് റിസൾട്ട് കിട്ടാതെ വരുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് ക്യൂർ എന്നുള്ളത് നമ്മൾ അവരുടെ ഓർഗൻസ് ഒക്കെ എത്ര ഡാമേജ് വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമേ അതിനകത്ത്, അതിന് എത്ര പെർസെൻറ്റേജ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് റിപ്പയർ, നമ്മുടെ ബോഡിക്ക് ഒരു റിപ്പയർ പോസിബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ അത് ഭക്ഷണത്തിൽ കൂടെ ആണല്ലോ നമ്മൾ. ഇപ്പം തീരെ ഡാമേജ് ഇൻഡസ്ട്രിയിൽ പോയാലും ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് വരുന്നത്.
ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയുമുള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാണ്. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാകണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30-നുള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.